ആരെങ്കിലും വാപ്പാര് സമസ്തക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കൈവക്കാം. നിങ്ങളാരെങ്കിലും വാപ്പാര് ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് സമസ്തക്ക് വേണ്ടി കേസ് നടത്തിയിട്ടുണ്ടെങ്കിൽ കൈവക്കാം. എൻ്റെ കൈവക്കാൻ പറ്റിയ ആൾ ഞാനാണ്. എൻ്റെ വാപ്പ സമസ്തക്ക് വേണ്ടി മഞ്ചേരി ജയിലിൽ കിടന്നിട്ടുണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാൻ്റെ പണ്ടം മുഴുവൻ വിറ്റിട്ട് മഞ്ചേരി കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി. അതൊക്കെ അറിയുന്ന ആയിരക്കണക്കായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കുട്ടിക്കാലത്ത്, ഈ അടുത്ത കാലം വരെ. വണ്ടൂര് ചേകനൂര് വന്നിട്ട് പ്രസംഗിച്ചു. അപ്പോൾ വാപ്പ സമസ്തൻ്റെ ആളാണ്. അന്ന് മരിക്കുമ്പോഴും സമസ്തൻ്റെ ആളാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ജീവന. ഏറനാട് സമസ്ത ഉണ്ടാക്കിയതൊക്കെ എൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് ഓടിയതാ. പലർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന സത്യമാണതൊക്കെ. പട്ടിക്കാട് ജാമിയ നൂരിയയിൽ കിതാബ് തൗഹീദ് കവിത ആക്കിയ ആൾ ക്ലാസ്സിൽ കണ്ടു ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഗസ്റ്റ്. അതിൻ്റെ പേരിൽ ഞാൻ കേട്ട ചീത്തക്ക് കയ്യും കണക്കുയില്ല. സ്വഹാബികൾ സ്വാഭാവിക രീതിയിൽ അറിയും. പക്ഷെ ഏറ്റവും കൂടുതൽ ചിത്രത് ഷജറകൾ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും അവരുടെ ഷജറകളുടെ പ്രസംഗങ്ങൾ കിടക്കുന്നുണ്ട്. ഷജറ നേതാക്കന്മാർക്ക് അറിയാം, ഞാൻ വെറുതെ പറയല്ല. കാര്യമില്ലാതെ അയാളത് പറയില്ല. ഒക്കെ എന്നെ പറ്റി അറിയാൽക്കൊക്കെ അറിയാം. എന്നാൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ കാസിമിനെ പറ്റി അങ്ങനെ പരസ്യമായി മോശം പറയാൻ പാടില്ല. അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കണ്ടുപിടിച്ചിട്ട് പറയുന്നതാണ്. അതുകൊണ്ട് സമൂഹ നന്മക്ക് വേണ്ടി പറയാണ് എന്ന് ഒരു ഷജറ നേതാവ് പോലും പറഞ്ഞില്ല. എന്നെ കുറ്റം പറഞ്ഞ കേസ് വീഡിയോ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതിനുശേഷം സമസ്ത ഏറ്റെടുത്തു. ആ 100% ശരിയാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ കണ്ടെത്തുകയും സമസ്ത തീരുമാനമെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ പറയപ്പെട്ട ആൾ ഒരു മാപ്പ് പറഞ്ഞില്ല. ഒന്ന്, ഞാനത് പെണ്ണൂറ്റി ചാടിയതല്ല, വയസ്സുണ്ട്. ഞാൻ പെണ്ണൂറ്റി ചാടിയല്ലോ. ആണോ? ഞാൻ പെണ്ണൂറ്റി ചാടിയല്ല. ഞാൻ ഏതെങ്കിലും കാല് തെറ്റി വീണിട്ട് പെണ്ണൂറ്റി ചാടിയതല്ലത്. വയസ്സുണ്ട് കുറേ. ഇവരൊക്കെ കാൽമ ചെവപ്പ് മാറാത്ത കുട്ടികളായി ഷജറ കുട്ടികൾ. ഞാൻ ഷജറക്കെതിരല്ല, ഞാൻ ഒന്നിനെതിരല്ല, ഞാൻ ദീനിന് മാത്രമാകൂല. അപ്പോൾ ചിലത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പൊതുപരിപാടിക്ക് പോകാറില്ല, വലിച്ചു കൊണ്ടുവരണം. ഇന്ന് നേരം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ വരുന്നില്ല. ഇന്നലെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ വരുന്നില്ല. പിന്നെ ഇവരിൻ്റെ അടുത്തേക്ക് വന്നതിന് കയ്യും കണക്കില്ല. ഇപ്പം നിങ്ങൾ മാറ്റിയ കമ്മിറ്റികളുള്ളപ്പോൾ ഇവിടെ അധികാരം ഇന്ന് മുതലുള്ള അധികാരമല്ലേ? അല്ല, അതന്നെയല്ലേ പറയും മനുഷ്യന്മാർ. ഇന്നിവിടെ നിങ്ങൾ മാറ്റിയ കമ്മിറ്റിയാണല്ലോ നിലവിലിത് നടത്തുന്നത്. ഇവരിൻ്റെ അടുത്ത് വന്നതിന് കയ്യും കണക്കില്ല. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഇങ്ങനെ വിളിക്കരുത്, എനിക്കതിലൊന്നും ഇഷ്ടമല്ല. പുറത്ത് പോയിട്ട് പറയാൻ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? ഞാൻ പറയണത് അപ്പം ഇഷ്ടമില്ലാത്ത ഒരാൾ നിങ്ങളെപ്പോഴത്തെ ഒരാളെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് ശരിയാണെന്ന് അയാൾക്ക് മനസ്സിലാകണമെങ്കിൽ 6 മാസം കഴിയണം. നിലവിൽ സദസ്സ് അലങ്കോലപ്പെടുത്തും. പറയുന്നത് കേട്ടാൽ നിങ്ങൾ മാത്രം സമസ്തക്കാരും നമ്മളൊക്കെ ഇതിൻ്റെ പുറത്തുള്ള ആളുകളാണെന്ന് തോന്നുക. നമ്മളൊക്കെ വാപ്പാര് ചോര നീരാക്കിയാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങളെപ്പോലെ തന്നെ ഇതിവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ ചീത്തയൊക്കെ കേൾക്കണം. 22 പ്രസംഗം ഞാൻ വഹാബികൾക്കെതിരെ പ്രസംഗിച്ചിട്ട് ഒരുത്തൻ 50 പൈസ തന്നിട്ടില്ല. ലക്ഷക്കണക്കിന് റുപ്യൻ്റെ കിതാബ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്തത്. കേംബ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെ ഒക്കെ സൈറ്റിൽ പോയി അവരുടെ ലൈബ്രറിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ഡോളറുകളാണ് കൊടുത്തത്. അങ്ങനെ ചെയ്ത് വലിയൊരു അധ്വാനം. അനവധി അധ്വാനത്തിന് കയ്യും കണക്കില്ല. നന്നൊന്നൊരാൾ പറഞ്ഞില്ല. അതെനിക്ക് ആവശ്യമല്ല. എനിക്ക് റബ്ബ് നന്നൊന്ന് വിചാരിക്കലേ ആവശ്യം. ഇപ്പൊ പ്രസംഗത്തിന് പോയാൽ പൈസ കിട്ടില്ലേ? പൈസ കിട്ടുമല്ലോ. പറയും, പൈസ കിട്ടൂലേ? പറയും. പ്രസംഗത്തിന് പോയാൽ പൈസ കിട്ടുമല്ലേ? എന്തെങ്കിലും മാറ്റി കിട്ടും. എന്നിട്ട് ഞാൻ പ്രസംഗത്തിന് പോവില്ല. പ്രസംഗത്തിന് പോവില്ല. ജോലി ഉണ്ടോ? ജോലിയില്ല. ശമ്പളം ഉണ്ടോ? ശമ്പളമില്ല. എവിടെയും ജോലിയില്ല, എവിടെയും ശമ്പളമല്ല. കൃഷിക്കാരന് വാഴ, പൂള, തെങ്ങ്, കവുങ്ങ് അതിന്മേൽ പണിയെടുക്കും.
എൻ്റെ വലിയപ്പ ആമപ്പോയിൽ നിന്ന് നാട് വിട്ട് പോയതാണ് മൂത്തടുത്തേക്ക്. അങ്ങനെ 50 ഏക്കർ ഭൂമി റിസർവ് വനം സർക്കാർ എഴുതി കൊടുത്തു വലിയപ്പാക്ക്. അപ്പം അതുകൊണ്ട് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കും. 1 ഇഞ്ച് ഭൂമി വിറ്റിട്ടില്ല റബ്ബിൻ്റെ സഹായത്താൽ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകനാണ്, അടിസ്ഥാനപരമായി കർഷകനാണ്. ഈ കൃഷി ഇപ്പോൾ ഒരു വലിയ ഞാമത്വമാണ്. എന്തുകൊണ്ട് ആരെയും കണ്ണും ഓർമ്മയാണ്. അത് നമുക്ക് ഖത്തീബിൻ്റെ മുഖം കാണാം. ഖത്തീബ് പറഞ്ഞത് കേൾക്കാം. വലല്ലാഹീന്നറിയുമ്പോൾ ആമീന്ന് പറഞ്ഞാൽ മതി. ഈ പണ്ടങ്ങനെയല്ലായിരുന്നു. നമ്മൾ തന്നെ വലല്ലാഹീൻ ഉണ്ടാക്കണം, എന്നാലേ നാട്ടുകാർ ആമീൻ പറയുള്ളൂ. അപ്പോൾ ഇത് 2018 ശേഷം ഞാൻ അതിനൊന്നും പോയിട്ടില്ല. സ്വസ്ഥ. പിന്നെ പഠിക്കും. ഇന്നും പഠിച്ചിട്ടുണ്ട്. പഠിക്കണേ. എന്തിനു വേണ്ടി പഠിക്കും? അഹ്ലുസ് സുന്നക്ക് വേണ്ടി പഠിക്കും. അപ്പോൾ വലിയ വലിയ സത്യങ്ങൾ കിട്ടും. ആ സത്യം നിങ്ങളെപ്പോലത്തെ സമൂഹം അംഗീകരിക്കുമ്പോഴത്തേന് കുറേ കാലം കഴിയും. ആ സമയം മുഴുവൻ നമ്മൾ ചീറ്റേക്കും. ഒരു ജമാഅത്തിനൊരു പള്ളിയിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ മേലെ തിരക്കിടില്ല. എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും ഒരാൾ കണ്ണിടാനുണ്ട്. പിന്നെ ആരെങ്കിലും കണ്ണിടാൻ വേണ്ടി നമ്മൾ കയറണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മേലേക്ക് എന്നെ അറിയാം. ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എല്ലാം കൂടിയും കണ്ടപ്പോൾ എനിക്കൊരു വിഷമം പോലെ തോന്നി. ഈ സദസ്സിൽ വന്നിട്ട് മൈക്കനാശായാലും എല്ലാം കൂടിയും ചെറിയൊരു വിഷമം പോലെ തോന്നി. അപ്പോൾ പറയാൻ വന്നതൊന്നും ഞാൻ പറയില്ല. എന്നാലും 4 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കും. നീട്ടൂല. എനിക്കെന്തോ ഒരു വിഷമം പോലെ തോന്നുന്നത് ഇവിടെ വന്ന് കയറിയ മുതൽ ഒരു വിഷമം. ഞാനിത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പണി. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ആവശ്യവും എനിക്കില്ല. ഞങ്ങൾ പറയണതിന് നേരെ എതിര് പറയുന്ന ആളാണ്. അപ്പം നിങ്ങൾ അംഗീകരിക്കൂല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയം. നിങ്ങളാരെങ്കിലും ബാപ്പാര് സമസ്തക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ കൈവക്കാം. നിങ്ങളാരെങ്കിലും ബാപ്പാര് ഭാര്യയുടെ പണ്ടം വിറ്റിട്ട് സമസ്തക്ക് വേണ്ടി കേസെടുത്തിട്ടുണ്ടെങ്കിൽ കൈവക്കാം. എൻ്റെ കൈവക്കാൻ പറ്റിയ ആൾ ഞാനാണ്. എൻ്റെ വാപ്പ സമസ്തക്ക് വേണ്ടി മഞ്ചേരി ജയിലിൽ കിടന്നിട്ടുണ്ട്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മാൻ്റെ പണ്ടം മുഴുവൻ വിറ്റിട്ട് മഞ്ചേരി കോടതിയിൽ കേസെടുത്തിട്ടുണ്ട് സമസ്തക്ക് വേണ്ടി. അതൊക്കെ അറിയുന്ന ആയിരക്കണക്കായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് കുട്ടിക്കാലത്ത്, ഈ അടുത്ത കാലം വരെ. വണ്ടൂര് ചേകനൂർ വന്നിട്ട് പ്രസംഗിച്ചു. അപ്പോൾ വാപ്പ സമസ്തൻ്റെ ആളാണ്. അന്ന് എന്നും മരിക്കുമ്പോഴും സമസ്തൻ്റെ ആളാണ്. സമസ്ത എന്ന് പറഞ്ഞാൽ ജീവന. ഏറാട് സമസ്ത ഉണ്ടാക്കിയതൊക്കെ എൻ്റെ വാപ്പ കഷ്ടപ്പെട്ട് ഓടിയതാ. പലർക്കും അറിയാം, എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതൊക്കെ. അപ്പോൾ വാപ്പ പോയിട്ട് പുത്തുപാടത്ത് അസമുസ്ലേര് വീട്ടിൽ പോയി അസമുലിനെ വിളിച്ചു. എവിടെ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് വേറെ ആളെ പറഞ്ഞേച്ച് നിങ്ങളിൻ്റെ ഒപ്പം പോയി നിന്ന് അസമുലിനെ കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ ചേകനൂര് പഴയ കാലത്ത് 1960 കാലത്ത് ചേകനൂര് കത്തി നിൽക്കുന്ന സമയം 60കളിൽ അങ്ങനെ ചേകനൂര് വണ്ടൂർ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അപ്പോൾ വാപ്പയും അസമുലിനും കൂടെ ബസ്സിന് വന്നിറങ്ങി ഒരു പീടിയൻ്റെ സൈഡിൽ ഇങ്ങനെ കാത്തുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ അസമുലിയ പറഞ്ഞു, ചേകനൂർ പറഞ്ഞു, ഇനി ചോദിക്കാനുള്ളവർക്കൊക്കെ മുന്നോട്ട് വരാറ്. അപ്പോൾ അസമുലിനും വാപ്പയും കൂടെ മുന്നോട്ട് നിന്ന് പീടിയക്കൊലിമില ചേകനൂരിൻ്റെ പ്രസംഗം. മുന്നോട്ട് ചെന്ന് അടുത്തെത്തിയതോടെ നാട്ടുകാരൊക്കെ കണ്ടു. ആരെ? ബാപ്പാനെ അസമുലിനും. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ പെട്രോമാക്സിന് എറിഞ്ഞു. പെട്രോമാക്സ് പൊട്ടി, ഇരുട്ടായി, ഏറി നടന്നു. പിന്നെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോൾ കുറ്റമ്പര തലയിലിട്ടു. കാരണം തലയിലാണ് ഇവിടെ. അവരൊക്കെ മണ്ടൂർക്കാരാ. ചേകനൂർ പ്രഭാഷകനാ. മുന്നോട്ട് രണ്ടാളും വരുന്നത് നാട്ടുകാരൊക്കെ കണ്ടത്. അപ്പോൾ അക്രമികൾ പോലീസിൻ്റെ FIR ബാപ്പയും അസമുലിനുമായി. അതിനാ ജയിലിൽ കിടന്നത്. സമസ്തക്കന്ന് ഈ സംവിധാനങ്ങളില്ല, പൈസ ഇല്ല, കഷ്ടപ്പാടിൻ്റെ കാല. അങ്ങനെ ഉമ്മാൻ്റെ പണ്ടം വിറ്റ് കേസെടുത്ത്. അപ്പം നിങ്ങളൊക്കെ എന്നെ തള്ളിയാൽ ഞാൻ പുറത്തു പോകില്ല. നിങ്ങൾ തള്ളിയാൽ ഞാൻ രോമത്തിന് വലിയ വെക്കൂല. കാരണം ഞാൻ അതിൻ്റെ ആളാണ്. ഞാൻ എൻ്റെ വാപ്പത് നയിച്ചുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ പറഞ്ഞ വാക്കിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തള്ള ചവിട്ടിയാൽ കുട്ടി ചാവില്ല.
നമ്മൾ ചില കാര്യങ്ങൾ പറയുന്നത് ഇത് നേരെ പോകാൻ വേണ്ടിയാണ്. നമ്മൾ നേര് മനസ്സിലാക്കണില്ല, നേര് ചിന്തിക്കണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിനൊന്നും നിങ്ങൾ പോരാന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു? എനിക്ക് ഈ മജ്‌ലിസിൽ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ മോശമാക്കല്ല, എന്തോ പിശാച് കളിക്കും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം ഇപ്പം എനിക്ക് വലിയ സുഖമുള്ള ഒരു കാലം. എന്താ ഇപ്പം ആരും ആവശ്യമില്ല. സോഷ്യൽ മീഡിയയുടെ മുന്നിലിരുന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഞാൻ രാവിലെ നടത്തിയ പ്രസംഗം ചുരുങ്ങിയത് 22,000-3000 ആൾ ഇന്നിപ്പോൾ കേട്ടുണ്ടാവും. പിന്നെ ഞാനിവിടെ പൂച്ചെങ്കൽ നടത്തിയപ്പോൾ 22,000 ആൾ കേട്ടു. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? ഇതിപ്പോൾ എൻ്റെ കറാമത്തല്ല, അങ്ങനത്തെ ഒരു കാലം അല്ലേ? അപ്പം നമുക്ക് ഒരു ബാക്കിയുള്ള കാലം. എന്ത് ആരെ സംഘാടകരില്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് പറയാം, ജനങ്ങളെ ചെവിയിലെത്തും ചെയ്യും. അപ്പോൾ കുറേ കാലം അവർ പീഡിയ കൊലയുമ്പോഴും വാട്സപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയും. അയാൾ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അയാൾ ഒരു സാമുക്കാണ്, എന്താണ് മറ്റേ പാടും, വൺ മാൻ ഷോ ആണ്, മറ്റേ മാൻ ഷോ ആണ്, ഇങ്ങനെ അങ്ങനെ പറയും. അങ്ങനെയൊക്കെ പറയാലോ, അത് നമുക്ക് വിഷയമല്ല. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പറയാം അത് ശരിയായിരുന്നു. അപ്പോഴത്തിന് നമുക്കൊരു ശരിയായിരുന്നു എന്ന് പറയണത് സന്തോഷത്തിൽ കേൾക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പോൾ അതിനേക്കാളും വലിയ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പറയും മൂപ്പർ അന്ന് പറഞ്ഞത് ശരിയാണെങ്കിലും ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നാണ് അന്ന് പറയും. അപ്പം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ചില തൗഫീഖുകൾ തരും. ഞങ്ങളോടൊക്കെ വളരെ ചിന്തിക്കാൻ വേണ്ടി പറയാം. നമ്മൾ ആരും ചിന്തിക്കണില്ല. ഞാൻ ചിന്തിക്കൂലായിരുന്നു പണ്ട്, ഇപ്പം ഞാൻ ചിന്തിക്കുക. ചിന്തിക്കാത്ത കാലത്ത് കുറേ പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിൻ്റെ ശകലങ്ങളൊക്കെ ചില ആളുകൾ നിങ്ങളല്ല എങ്ങനെ പറഞ്ഞു, നിങ്ങളല്ല എങ്ങനെ പറഞ്ഞു, നിങ്ങളല്ല എങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അത് ഒഴുക്കാം. ഇന്നങ്ങനെയല്ല എന്ന് ഞാനത് ആലോചിക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തെന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്തെന്നാൽ, സമസ്ത എന്ന് പറഞ്ഞാൽ 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്ക് അഭിമാനം പറയാൻ ഒന്നുമില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഒരു അഭിമാനവും സമസ്തക്കില്ല. സമസ്ത ഒരു പുരോഗതിയും ഉണ്ടാക്കിയിട്ടുമില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ സമസ്ത ചെയ്തിട്ടില്ലേ? ചെയ്തു. സമസ്തക്കല്ലാതെ ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം സമസ്ത ചെയ്തത് അധോഗതിയുടെ തോത് കുറച്ചു എന്നത് മാത്രമാണ്. ഒന്നും കൂടി പറയാം, സമസ്തയില്ലായിരുന്നെങ്കിൽ അധോഗതി ഇങ്ങനെയാവുമായിരുന്നില്ല. എവിടെ എത്തും? സമസ്ത പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് എന്ന് ആര് പറഞ്ഞാലും തെറ്റാണ്. അത് സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞാലും അത് ചിന്തയില്ലാതെ പറയാണ്. ഒന്നും വിചാരിക്കരുത്. പ്രസിഡന്റ് ഉദാഹരണം, പ്രസിഡന്റ് വിമർശിക്കല്ല, ചിന്തിക്കാതെ പറയാം. സമസ്ത എന്ന് പറഞ്ഞ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല. അധോഗതി വന്നപ്പോൾ അധോഗതിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒന്നുകൂടി പറയാം. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? പറയാം. ഞാനിങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. സമസ്ത നവോത്ഥാനത്തിൻ്റെ പ്രസ്ഥാനമാണ്. അബ്ബാ 100% തെറ്റ. സമസ്ത ഒരു നവോത്ഥാനവും നടത്തിയിട്ടില്ല. നടത്തക്കൊണ്ട് പറ്റൂല. സമസ്ത കേരളത്തിന പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല. പുരോഗതിക്ക് വേണ്ടി ഇവിടെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. ഇവിടെ സ്വഹാബത്ത് പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പുരോഗതിയായി തന്നെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ നിലനിന്ന് പോന്നിട്ടും ഉണ്ട്. സമസ്തയായി ഒന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. സമസ്തൻ്റെ നേതാക്കന്മാർ ബുദ്ധിമാന്മാരായിരുന്നു. അവർ ഒരു പുരോഗതിക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെന്താ അവർ ചെയ്തത്? ഒരാൾ പോലും വഹാബിയൽ ഇല്ലാത്ത ഒരു നാട്ടിൽ KM മൗലവിയും KM സിദി സാഹിബും അടക്കമുള്ള ആളുകൾ വഹാബിയത്തെ കുഴിച്ചിട്ടു. അപ്പോൾ കുറെ ആളുകൾ ആ മല്ലിൽ പെട്ടുപോയി. ജനം അധോഗതിയിലേക്ക് വീഴുക.
ഇത് മഹാന്മാർ മനസ്സിലാക്കി. അപ്പോൾ അവർക്കറിയാം ഈ അധോഗതിയെ മാറ്റി പുരോഗതിയാക്കാൻ ഖിയാമത്ത് നാൾ വരെ കഴിയൂല. എന്തുകൊണ്ട്? തതജാറാ ബിഹിമുൽ അഹ്വാഉ കമാ യതജാറൽ കലബു ബിസ്വാഹിബിഹി. പേപ്പട്ടി വിഷം പേപ്പട്ടി കടിച്ചവനിൽ സ്വാധീനിക്കുന്നത് പോലെ അഹ്വാ സ്വാധീനിക്കുന്ന ജനതയായിരിക്കും അന്ത്യനാളിൽ വരിക. അതിവിടെ കുഴിച്ചിട്ടത് കെ മൗലവിയും ലീഗ് ഉണ്ടാക്കിയ KMC സാഹിബാണ്. രണ്ടും കേമ, പുറത്തു പറയണ്ട. ഇതൊന്നും പറയുന്ന ഇഷ്ടമില്ലാത്ത മൂല്യന്മാരെ കാലത്ത് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഓർക്ക് പറ്റിയത് നമ്മൾ പറയണം. അതിന് ഓൻ്റെ ബാപ്പാൻ്റെ അവിടെ നിന്നാവണ്ടേ നമ്മളെ ചെലവ് അല്ലല്ലോ. നയിച്ചിട്ട് നമ്മൾ എന്താ പേടി? പിന്നെ മരിക്കാൻ നടക്കണമെന്ന് ജീവിക്കാൻ എന്താ കൂടി? ജീവിതം അനുഭവിച്ചില്ലേ? എത്ര കാലം അനുഭവിച്ചു? അപ്പൊ ഒന്നും കൂടി പറയാം. സമസ്ത പുരോഗതി ഉണ്ടാക്കി എന്ന് സമസ്ത പ്രസിഡന്റ് പറഞ്ഞാൽ പോലും അത് അന്തല്ലാതെ പറയാണ്. അങ്ങനത്തെ പ്രസംഗങ്ങളാണ് ഇപ്പോൾ സമസ്ത സൈറ്റിൽ നടക്കുന്നത്. അത് 100% തെറ്റാണ്. സമസ്ത പുരോഗതിക്കുണ്ടാക്കിയ സംഘടനയല്ല, അധോഗതിയുടെ തോത് കുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്. ഒരാൾ വഹാബി ഇല്ലാത്ത നാട്ടിൽ വഹാബിയത്തിനെ കുറിച്ചിട്ട് പിന്നെ അഹ്വാ കലബ് പേപ്പട്ടി കടിച്ചവനിൽ കലബ് നടക്കും പോലെ ഹവക്ക് വഴിപ്പെട്ടവരെ കാലമാണ് 20-ാം നൂറ്റാണ്ട്. അതിൽ ആളുകളുണ്ട് കൂടി. ചില്ലറ മാസങ്ങൾ കൊല്ലങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് വഹാബികളാണ് വന്നു. അപ്പോൾ നോക്കിയിരുന്നാൽ മതിയാവില്ല എന്ന് വിചാരിച്ചു. ആര്? 925 ജൂൺ മാസത്തിൽ ഒരു കൂടിയാലോചന കൂടിയിട്ടുണ്ട്. 925 ജൂണിൽ. 926 ജൂണിലാണ് സമസ്ത ഉണ്ടാക്കുന്നത്, സംഘടനയാണ്. അപ്പോഴത്തിന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും എന്തൊക്കെ ചെയ്യേണ്ടത് കൂടി അതിൻ്റെ പേര് ഓട്ടം പാച്ചിലും ഉറക്കല്ലാത്ത രാത്രികൾ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിയമങ്ങളും രീതികളും ഇവർക്കെതിരാണ്. ഐക്യസംഘം ഉണ്ടാക്കിയത് 1922 അത് റിയാട്ടുകാരാണ്. കൊടുങ്ങല്ലൂർ റിയാട്ടുകാരാണ്. അന്നും ഇന്നും കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മുതലാളിമാരാണ്. അവരെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും വലിയ നിയമജ്ഞനാണ് ആര്? KMC സാഹിബ്. മറ്റേയാൾ ഇവിടുത്തേരന ആര്? കെ മൗലവി തിരുവങ്ങാടിക്കാരനാണ്. പക്ഷെ അയാൾ മറ്റോടത്ത് നാട് വിട്ടു. അപ്പം അയാൾക്ക് അവിടെ സാഹചര്യം ഉണ്ട്. അവിടെ പുരോഗമനവാദികളുണ്ട്. മുതലാളിമാരല്ലേ, മുതലാളിമാർക്ക് സ്വാഭാവികമായും എന്തിനാണ് താല്പര്യം? പുരോഗമനത്തിലാണ്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സമസ്ത ഉണ്ടാക്കുമ്പോൾ 926 27 മുതൽ മദ്രാസ് ഹൈക്കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീൽ സാഹിബ അയാളോടെ പടപെട്ടുന്നത്. അയാൾ ആരാ? ഐക്യസംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ആര് പറയാ? ആര്? സീദ് സാഹിബും കെ മൗലവിയും കൂടിയാണ് ഐക്യസംഘത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയത്. 22 ഐക്യസംഘം ഉണ്ടാക്കി. ആദ്യത്തെ പ്രസിഡന്റാണ് ആര്? പറയും. 2 മനുഷ്യന്മാരെ ഇവിടെ ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത്. ഒന്ന് മദ്രാസിക്കാരനായ ഖായിദെ മില്ലത്തും കേരളക്കാരനായ സീദ് സാഹിബും. മദ്രാസുകാരൻ മദ്രാസ, മലയാളി എന്ന് പറഞ്ഞ ഒരു സർവാംഗീകൃതനായ മുതലാളിയും മലയാളിയും ബാരിസ്റ്ററും എല്ലാം നിറഞ്ഞ ആളാണ് ആര്? സീദ് സാഹിബ്. അദ്ദേഹമാണ് വഹാബിയത്തിന് ഇവിടെ കുഴിച്ചിട്ട ഏറ്റവും ആദ്യത്തെ പ്രസിഡന്റ്. ആരാണ്? സീദ് സാഹിബ. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ മുടിച്ചൂടാ മന്നനായ വക്കീല. കൊച്ചി തിരുവിതാംകൂർ ഭരണം, മദ്രാസ് സർക്കാർ, ബ്രിട്ടീഷുകാർ എല്ലാവരും ഉരുളക്കുപ്പേരി വാക്കിന് വില കൽപ്പിക്കുന്ന നിയമജ്ഞനാണ് ആര്? സീദ് സാഹിബ്. ഗാന്ധിജി കേരളത്തിൽ ഏറ്റവും ഗാന്ധിജി അറിയുന്ന നേതാവാണ് പറയേ സീദ് സാഹിബ്. അപ്പൊ സാഹചര്യങ്ങൾ. പിന്നെ ഇതുണ്ടാക്കിയതാരാ? സാധുക്കളായ മൂല്യന്മാര്. 10 പൈസ അവരെ കയ്യിൽ പറയേ ഇല്ല. ഐക്യസംഘം ഉണ്ടാക്കിയവരുടെ കയ്യിൽ പള്ളർച്ച് പൈസ. ഒരു സക്കാത്തിന്റെ മുതൽ മാത്രം ചെലവാക്കിയാൽ മതി അവർക്ക്. അങ്ങനെ ഒരു സക്കാത്ത് അങ്ങനെയാണല്ലോ. ഇവിടെ സക്കാത്ത് കൊടുക്കണവരും ഇല്ല, മുതലാളിമാരും ഇല്ല. മൂല്യന്മാരെ കണ്ട പായണ കാലമാണ്. കാരണം ചോദിക്കുമല്ലോ.
പിന്നെ സംഘടന ഉണ്ടാക്കിയിട്ട് പിറ്റേത്തെ മാസം നേരെ കുപ്പായിട്ട് ഗൾഫ് പോകപ്പോ ഓരെന്നെ മര്യാദയ്ക്ക് തിന്നല്ലാതെ നടക്കണ കാല. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? 1936 സൗദിയിൽ ആദ്യമായി എണ്ണ വരുന്നത്. ഇതുണ്ടാക്കണ 26. ഗൾഫൊക്കെ നമ്മളെ നാട്ടിൽ വരുന്നത് 70 ശേഷം. അപ്പോൾ ഒരു ഗൾഫുകാരനടുത്ത് പോയി പിരിക്കാനും മൂല്യന്മാരായ സാധുക്കൾക്ക് ഇല്ല. കൂട്ടത്തിൽ 2 മുതലാളിമാരാണുള്ളത്. ഒന്ന് അബ്ദുൽ ബാരി, ഒന്ന് പാങ്ങക്കാരൻ. ഇവർക്ക് രണ്ടാൾക്കുള്ള മുതൽ വൈക്കോലുണ്ടിയാ. 100 പറ വിറ്റാൽ 10 ഉറുപ്പിക കിട്ടാത്ത കാലം. അക്കാലത്താണ് മദ്രാസിലെ ഏറ്റവും വലിയ നിയമജ്ഞന്റെ പ്രസ്ഥാനത്തിനോട് കിടപിടിച്ച് മത്സരിച്ച് അധ്വാനിക്കുന്നത് ആര്? ഉലമാക്കൾ. അവർക്കറിയാം നമ്മൾ നേടൂല, പക്ഷെ നമ്മൾ പരിധി വിട്ട് കോട്ടരുത്. അപ്പൊ ഇപ്പം നമ്മൾ ഈ 100 കൊല്ലം കൂടുമ്പോൾ നമ്മൾ വലിയ പുരോഗതി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ സമസ്ത അവരെ സമസ്താകാൻ സാധ്യതയില്ല. കാരണം അവർ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല, അധോഗതി കുറയാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവും, മിക്കവാറും നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. നല്ലോണം നിങ്ങൾ പോയാലുണ്ട് വന്നാലുണ്ട്. ഞാനീ പറഞ്ഞ നേരം അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് സമസ്ത മനസ്സിലാവും. അല്ല സമസ്ത ഉണ്ടാക്കിയത് മദ്രസ ഉണ്ടാക്കാനൊന്നുമല്ല. മദ്രസ കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. സംഘടന ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. എല്ലാം ആദ്യം ഉണ്ടാക്കിയത് വഹാബികളാണ്. നമ്മളാണ് ഉണ്ടാക്കിയതൊക്കെ വെറുതെ. ഇപ്പോൾ നിങ്ങൾ SKSF കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജുമൊക്കെ ആയിരുന്നോണ പറയും. അതൊക്കെ നോണയാണ്. അതിനൊന്നും നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ. ഇനിയിപ്പോൾ നിങ്ങൾ ഞെറിഞ്ഞാട്ടിയാലും ഞാൻ പോവും, എറിഞ്ഞില്ലെങ്കിലും പോകും. കാരണം നിങ്ങളെന്ന് എനിക്ക് പേടിയില്ല. എനിക്കെൻ്റെ റബ്ബിന് പേടിയുള്ളൂ. നേര് പറയണം. പണ്ട് കാലത്ത് പലതും അങ്ങനെ പറഞ്ഞു പോയി. സദസ്സിന് അനുസരിച്ച് തോന്നിയതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് വലിയ കാര്യം തോന്നിയിരുന്നു. പിന്നെ ആലോചിക്കുമ്പോൾ ആ കാര്യം മനസ്സിലാവുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഗ്തൂനകും മിനൽ അഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഈ ഹദീസ് പഠിച്ചവരാണ് സമസ്ത നേതാക്കന്മാർ. അപ്പൊ ഈ ദജ്ജാലിങ്ങളെ കാലത്തിലേക്ക് വാതിൽ തുറന്നു എന്ന് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇനി അവർക്ക് എന്തേ ഉള്ളൂ? മനസ്സിലായില്ല. ആയിരക്കണക്കിന് ഒന്നിച്ചു കുതിച്ചു പോണത് നമുക്ക് പരമാവധി എന്ത് ചെയ്യാം? കുറക്കാം, കഷ്ടപ്പെട്ട് കുറക്കാം. എന്നിട്ടും ജയിച്ചത് പറ്റൂല. ഒരു മഹല്ല് വഹാബികൾക്ക് ഇല്ലാത്ത കാലത്താണ് ഐക്യസംഘം വരുന്നത്. സമസ്ത ഉണ്ടാക്കുമ്പോഴത്തിന് കുറച്ച് മഹല്ല് പോലെ കൈപ്പെട്ടു. സമസ്ത അധോഗതിക്ക് തന്നെ പോയി. എന്തുകൊണ്ട്? 4 ഓലക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ 100 കണക്കിന് മഹല്ലുകൾ പോയി. ഇന്നോലെ കയ്യിൽ 1000കണക്കായ മഹല്ലുകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലേ? പറയും. അപ്പൊ നമുക്ക് പുരോഗതിയല്ല ഉണ്ടായത്. പിന്നെന്തേ? മൊത്തം മഹല്ല് ഓരോ കയ്യപ്പെടുന്നതിൽ നിന്ന് പരമാവധി തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. പറഞ്ഞു മനസ്സിലായോ? അതന്നെ. ഇതാണ് വസ്തുത. നിങ്ങൾക്ക് തോന്നിയ നോണയൊക്കെ പറയാം. ഇതാണ് സത്യം. ഇത് പുരോഗതി ഉണ്ടാക്കിയ സംഘടനയുണ്ടല്ല, അല്ല, ഇത് അധോഗതി കുറയാൻ ഉണ്ടാക്കിയതാണ്. സമസ്തല്ലെങ്കിൽ പൊളിഞ്ഞു പോയി. പിന്നെ സമസ്തയുടെ ലക്ഷ്യം എന്താ? പിന്നെ സമസ്ത എതിർത്തത് ലോകം കണ്ട പണ്ഡിതന്മാരെ എതിർത്ത്. ലോകം അക്കാലത്ത് പണ്ഡിതന്മാരായി വിലയിരുത്തുന്നവരെ സമസ്ത എതിർത്തു. അക്കാലത്ത് ലോകം അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് ജമാലുദ്ദീൻ അഫ്ഗാനി, പാൻ ഇസ്ലാമിസത്തിന്റെ വക്താവ്. അതായത് എല്ലാവർക്കും പറ്റുന്ന ഒരു ഇസ്ലാം, അതാണ് പാൻ ഇസ്ലാം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല ഉണ്ടോ? ആ പാൻ ഇസ്ലാം ഇവിടെ കണ്ട് കയറി അടിച്ചുകിട്ട് കയറുക. അപ്പോൾ നമ്മളങ്ങോട്ട് തടയുമ്പോണ്ടല്ലോ 4 ഭാഗത്ത് നിന്ന് ഏറ് കിട്ടുമ്പോൾ തടയണതിൻ്റെ ഒരു പരിധിയില്ലേ? പാൻ ഇസ്ലാമിസത്തിന്റെ ഫൗണ്ടർ ആരാ? ജമാലുദ്ദീൻ അഫ്ഗാനി, മാസോണി. അയാളെ ശിഷ്യനാണ് മുഹമ്മദ് അബ്ദ. ഇസ്ലാമിക് മോഡേണിസത്തിന്റെ വക്താവാണ് ആര്? മുഹമ്മദ് അബ്ദ. എൻ്റെ കൂടെ വരി. മനസ്സിലാവണില്ലേ? നിങ്ങൾക്ക് എറിഞ്ഞോളി. അതൊന്നും എനിക്ക് വിഷയമല്ല. ഒന്നും എനിക്ക് വിഷയമല്ല. നിങ്ങൾ പിടിവെച്ച വിഷയമല്ല. നോണ സ്റ്റേജ് മക്കറി നോണ പറയണം നിർത്തിയിട്ട് നേരെ ആലോചിച്ചാൽ നമുക്ക് ഈ സംഗതിയെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.
കാക്കക്ക് നോക്കാതെ സ്റ്റേജ് മക്കയറി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ നമ്മളിവിടെ ഈ കൊല്ലോടത്ത് വല്ലായിട്ട് പോകിട്ട് പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തിനാ നമ്മൾ വന്നത് എന്ന് നമുക്ക് പോരണ്ടാണ്. നമ്മൾ വന്നത് സ്കൂൾ ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ഒന്നുമല്ല. അതൊന്നും നമ്മളെ ലക്ഷ്യമല്ല, അടിസ്ഥാനമല്ല. ഞാൻ പറഞ്ഞില്ലേ, സംഘടന ഉണ്ടാക്കിയത് ആദ്യം വാബിയള, മദ്രസ ഉണ്ടാക്കിയത് ആരും ആദ്യം വാബിയള, അറബി കോളേജ് ആദ്യം ഉണ്ടാക്കിയത് വാബിയള, പത്രം ആദ്യം ഉണ്ടാക്കിയത് പറഞ്ഞേ വാബിയള, ഖുർആൻ ക്ലാസ് ആദ്യം ഉണ്ടാക്കിയത് പറയും മനുഷ്യന്മാര് വാബിയള. പിന്നെന്തിനാ നമ്മൾ മെനക്കെട്ടു? അവരിൽ കാള് ഇടിച്ചു കയറുന്നത് കണ്ടപ്പോൾ ഇതിനെ തടയാൻ ബാക്ക് ഭാഗത്ത് പോയല്ലോ അവിടെയുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയത്. നമുക്ക് ഓത്തുമള്ളി മതി. കാരണം ഓത്തുപള്ളി എന്ന് പഠിച്ചാൽ ആ അറ ഇറ മാത്രമല്ല കിട്ടുക, ഈമാനും കൂടി കിട്ടും. ഇവിടെ സിലബസ് ഒന്നുമില്ല. സ്വാത്വികന്മാരായ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ മുല്ലമാരെ അങ്ങനെ തന്നെ കുട്ടികൾ പഠിച്ചെടുക്കും. അപ്പോൾ ഒരു മുഅ്മിനീങ്ങളോ നമുക്ക് അക്ഷരം പഠിക്കലല്ലോ ആയിരുന്നില്ല ലക്ഷ്യം. നമ്മളെ വലിയപ്പാർക്ക് ഈ മദ്രസ ഇവിടെ ഉണ്ടാക്കിയ സമസ്ത വലിയ കോപ്പല്ലത്. ഇവിടെ 950 മദ്രസ ഉണ്ടാക്കണം, വിദ്യാഭ്യാസ ബോർഡൊക്കെ ഉണ്ടാകുന്നത്. മുത്തറസൂദാന സാഹിബികൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് ഒലല്ല ഇവിടെ തീ പഠിപ്പിച്ച് നിങ്ങൾ ആരെയും സമസ്ത ഉണ്ടാക്കിനോ? ആരെങ്കിലും വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിനോ? ആരെങ്കിലും മദ്രസ ഉണ്ടാക്കിനോ? എന്നിട്ട് ഒരിക്കൽ എന്ത് വല്ല തീരെ കുറവുണ്ടായിനോ? നമ്മൾ മദ്രസ ഉണ്ടാക്കിയത് പുരോഗതിപ്പെട്ട സിലബസുകളും അധ്യാപകന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും അതിനു വേണ്ടിയുള്ള ഫാക്കൽറ്റികളും ഒക്കെ ഉണ്ടായിട്ട് പൊതുജനങ്ങളെ ആകർഷിച്ചു വന്നപ്പോൾ ഇത് നമുക്ക് പോരാ എന്ന് നമ്മുടെ ഉലമാക്കൾ മനസ്സിലാക്കിയിട്ട് അവരെ തടയാൻ വേണ്ടി അത് പണിയുണ്ടിട്ടോ എന്ന് വരുത്തി തീർത്താൻ ഉണ്ടാക്കിയതാണ് നമ്മൾ എന്ത് പറയേ മദ്രസ. അതിനാണ് ഖുർആൻ ക്ലാസ്. എൻ്റെ രണ്ടാമത്തെ പെങ്ങളെ ചുങ്കത്തർക്ക് കെട്ടിച്ചു. 2000 2000 അല്ല 1999 2000 ആ സമയത്താണ്. ഏതായാലും പിന്നെ അമ്മായി മത്സരക്കാരുണ്ടാവില്ല സ്വാഭാവികം. പെങ്ങളെ കെട്ടിച്ചു 2099 മറ്റാണ്. അപ്പോൾ ഈ പിന്നെ അമ്മായിമ്മ സൽക്കാരത്തിന് വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ സ്ത്രീ പിന്നെ വന്നിട്ട് എന്നോട്, അമ്മായിമ്മ സൽക്കാരം ഉച്ചക്കാണ്. അപ്പോൾ അവർ വന്ന് പിന്നെ അമ്മായിമ്മ സൽക്കാരത്തിന് വന്നാൽ ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരുവിടെ പെരിയിലുണ്ടാവുമല്ലോ. ആദ്യം ചായ കൊടുക്കും, പിന്നെ ഒരു തൊടു കൂടിയൊക്കെ നടക്കും, പിന്നെ ചോറ് കൊടുക്കും, പിന്നെ ഒരു പോകുള്ളൂ. അപ്പോൾ കുറഞ്ഞ നേരം അവിടെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ അമ്മായിമ്മ സൽക്കാരം കരുതി വന്നതല്ല, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ത് ചോദിച്ചു? എനിക്കൊരു പരീക്ഷ ഉണ്ട് ഉസ്താദേ അടുത്ത ആഴ്ച, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരണം. ഉത്തരം എഴുതി കൊടുക്കാനാണ്, ജയിക്കാനാണ്. അപ്പം എന്താ പരീക്ഷ എങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങനത്തെ പരീക്ഷയല്ല, ഞാനൊരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് ചുങ്കത്തറ. അപ്പോൾ അവിടുന്ന് തന്ന പരീക്ഷയാണ്, നിങ്ങൾക്ക് ആരോടും ചോദിച്ച് ഉത്തരം എഴുതാന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നു, നിങ്ങൾ ഉത്തരം എങ്ങനെ പറഞ്ഞു തന്നാൽ മതി, ഞാൻ എഴുതിക്കോളാം, ഞങ്ങൾ അതൊന്നും തെരിയാറ്. അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തോ, നിങ്ങൾ ഏതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ തന്നെ നോക്കട്ടെ തരാട്ടോ പറഞ്ഞു. ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടി എടക്കര പോയി. അന്ന് മൂത്തടുത്ത് ഈ ഫോട്ടോ സ്റ്റാറ്റില്ല. എടക്കര പോയിട്ട് വേഗം എന്ത് ചെയ്തു, ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ PP സ്ഥാനം പോയി കണ്ടു. മനസ്സിലായില്ല, നമ്മളെ PP മുഹമ്മദ് ഫൈസി, അള്ളാഹു ഒരു ദർജ കൊടുക്കട്ടെ. സുന്നത്യമായതിന് വേണ്ടി ഇത്ര അധ്വാനിച്ചൊരു മനുഷ്യന്മാരല്ല, അത്രയും വലിയ മനുഷ്യനായിരുന്നു PP ഉസ്താദ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? PP പോയി കണ്ടു പറഞ്ഞു, PP ഉസ്താദേ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇതാണ് സാധനം, നമ്മൾ എന്താ ചെയ്യാം? അപ്പോൾ പറഞ്ഞു, ഞമ്മക്കും ഉണ്ടാക്കാം വേഗം, നിങ്ങൾ ഏതായാലും ഇത് ഇവിടെ കൊണ്ടുവന്നല്ലോ, ഇത് ആറ്റാക്കാൻ്റെ അടുത്ത് നാളെ കൊണ്ടേ കൊടുത്താലേ, ഒരു കോപ്പി പൊടി എടുക്കുക, ഒരു കോപ്പി ആറ്റാക്കും കൊടുക്കുക, ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ മുക്കി, നിങ്ങളൊന്ന് പറയും, നിങ്ങൾ പറഞ്ഞിട്ട് വരി, എന്നിട്ട് ആറ്റാക്ക എന്താ പറഞ്ഞു അതും ഇന്നോടൊന്ന് പറയും, ബാക്കി നമുക്ക് നോക്കാറ്. അങ്ങനെ ഞാൻ പാണക്കാട് പോയി ആറ്റാക്കാൻ ചെന്നു. ആറ്റാക്ക അങ്ങ് കൊടുത്തു. ആറ്റാക്ക വിഷയം വളരെ ഗൗരവമാണ്, പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ വാപ്യം, അവർ എന്തെങ്കിലും കാര്യം ചെയ്തേ മതിയാകുമാറും. അപ്പോൾ ആറ്റാക്ക പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ഒന്ന് കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ PP-നോടൊക്കെ കൂടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അന്ന് ആറ്റാക്ക സുന്നി സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും PP ഉസ്താദ് സെക്രട്ടറി, ഓർമ്മയില്ല കാലം, അതാണ് ആ കാലം. ഞാൻ തിരിച്ചു വന്ന് PP ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ ആറ്റാക്കനെ കണ്ടിരുന്നു, ആറ്റാക്കൊക്കെ ഞാൻ കോപ്പി കൊടുത്തിട്ടുണ്ട്, ആറ്റാക്ക നിങ്ങളെ കാണാനാണ് പറഞ്ഞത്, നന്നായി അറിയാം, ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇറങ്ങിക്കൊള്ളാറും. അതേ ഒരു മുഖലിസായ മനുഷ്യനാണ്, കാര്യം ഇത് മുഴുവൻ മുമ്പരും ബേജാറായിപ്പോയി. അയിമന്നുണ്ടാക്കിയത് ആ ഖുർആൻ ക്ലാസ് അരിയെക്കൂടെ എന്നെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? അത് വാബിയുടെ നാടാണ്.
മനസ്സിലായില്ല. 10 സ്ഥലത്തോ 20 സ്ഥലത്തോ ആണ് അന്ന് തുടങ്ങി. അരീക്കോട് എന്നെ ഏൽപ്പിച്ചു. റഹ്മത്തുള്ള അരീക്കോട് കോഴിക്കോട്ടെയാണ്. ആറ്റക്കന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ കുറച്ച് നേരത്തെ ഖുർആൻ ക്ലാസ് പോയവരും ഒക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ എന്തെങ്കിലും വിശ്വാസാക്കണ ചോദ്യം ചോദിച്ചാൽ അവിടെ നല്ലത് റഹ്മത്തുള്ള കോഴിക്കോട്ടെയാണ്. അങ്ങനെയാണ് നമ്മൾ അരീക്കോട് ക്ലാസ് തുടങ്ങും. നിങ്ങൾക്ക് അറിയില്ലേ സംഭവങ്ങളൊക്കെ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതൊക്കെ നടന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എല്ലാം ലാസ്റ്റാ പോയത്. നമ്മളൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? നമുക്കിവിടെ പുതിയതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. പഴയത് നാശാക്കുമ്പോൾ നമ്മൾ ഇടപെടുന്നേ ഉള്ളൂ. ഇത് നമ്മൾ മദ്രസ ഉണ്ടാക്കാനും ഓത്തുകളുടെ എമ്പാടും മതിയായിരുന്നു. അല്ല സാരിങ്ങളാ ഉസ്താദ്മാരോ കുട്ടികൾക്ക് ഖുർആനും അറിയാം, ദീനും അറിയാം. അത്രയല്ലേ അറിയേണ്ട ആവശ്യമുള്ളൂ. എമ്പാടും അറിയാമല്ല. അമലിയാത്തും ദീനിയാത്തും അതൊക്കെ ശരിക്കും നിസ്കരിക്കാൻ നോമ്പ് വെക്കാനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്ന് തുടങ്ങിയതാണ്? പറയേ. ബുനിയ സനത 50 ഹിജ്റ 5-ലാണല്ലോ. എന്താ പറയാ, മാടായി പള്ളി ഉണ്ടാക്കിയത് അന്ന് തുടങ്ങിയതാണ്. മുസ്തഫ നബിന്റെ കാലത്ത് തുടങ്ങിയത് അവിടെ ദീപട്ടിക്കല്. അപ്പൊ അതിങ്ങനെ പോലെയാണ്.